ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 538. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 63 64 ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ചികിത്സയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ 63 അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. അഗ്നിക്ക് ആയുർവേദവുമായിട്ട് എന്താ ബന്ധം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പം ചിലപ്പോൾ ആവി പിടിക്കുന്നതിനെ പറ്റി, ശരീരത്തിൽ ചൂട് പിടിക്കുന്നതിനെ പറ്റിയെല്ലാം ചിന്തിച്ചെന്ന് വരും. ആ ഒരു ചെറിയ അർത്ഥത്തിലല്ല ഇതിനെ എടുക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗമാണ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ശരീരവും അതിനെതിരായ പ്രതിപ്രവർത്തനം നടത്തുന്നുണ്ട്. ശരീരം ഒരു വസ്തു ഒരു രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ രാസവസ്തു ആ ബാക്ടീരിയ ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണത് ഇല്ലാതെയാകുന്നത്. അപ്പം അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പം എല്ലാ പ്രവർത്തനങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പിന്നിലും രാസപ്രവർത്തനമുണ്ട്. അധിക പ്രവർത്തനത്തിലും രാസപ്രവർത്തനമുണ്ട്, അധിക കാര്യങ്ങളിൽ. ഇപ്പം മരുന്നിലെല്ലാം ഉള്ളത് രാസപ്രവർത്തനമാണ്. രാസപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം അഗ്നിയാണ്. ഓരോ പ്രത്യേക ടെമ്പറേച്ചറിലാണ് രാസപ്രവർത്തനം നടക്കുന്നത്. ഉദാഹരണമായിട്ട് മുട്ട വിരിയണ്ടിക്കൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ, അതിൽ കൂടി കുറഞ്ഞു പോയാൽ മുട്ട വിരിയില്ല. അപ്പോൾ അതേപോലെ ഓരോ രാസപ്രവർത്തനവും ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൽ, ആ പ്രത്യേക ടെമ്പറേച്ചറിൽ ആ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ബാക്ടീരിയ ആയിട്ട് അത് പ്രവർത്തിച്ച് കളയും ഈ മരുന്ന്. അല്ലെങ്കിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കൾ ആ ബാക്ടീരിയ ആയിട്ട് പ്രവർത്തിപ്പിച്ചിട്ട് അതിനെ നശിപ്പിച്ച് കളയും. അപ്പം ആ ടെമ്പറേച്ചറാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ആ ടെമ്പറേച്ചറാണ്, അതാണ് അഗ്നി. അപ്പം അത്രയും സൂക്ഷ്മമായിട്ടാണ് മരുന്നിൻ്റെ ശാസ്ത്രത്തിലേക്കെല്ലാം തന്നെയാണ് വേദം കടന്ന് സംസാരിക്കുന്നത്. വേദം അതിൻ്റെ അകത്ത് കടന്ന് സംസാരിക്കുകയാണ്. അടിസ്ഥാന വശത്തിലേക്കാണ് വേദം കടക്കുന്നത്. കാരണം എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും അഗ്നിയാണ്. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് ചെയ്യണമെന്ന് പറയാൻ നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഏത് കർമ്മമുണ്ടെങ്കിലും ഊർജം അഗ്നി മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. അതാണ് ഈ യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ. എന്നിട്ട് നമുക്ക് 63 എന്താണ്, സൂക്തം 63 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 63. ഋഷി മരീചി, കാശ്യപൻ, ദേവത, ജാതവേദസ്, ഛന്ദസ്, ജഗതി. പൃതനാജിതം സഹമാനമഗ്നി മുക്തേർഹവാമഹേ പരമാത് സധസ്താത് സഹ ന പർഷദതി ദുർഗാണി വിശ്വ ക്ഷാമത് ദേവോതി ദുരിതാനൃഗ്നി. ഭാവാർത്ഥം: ഭൂമിയിൽ വസിച്ചിട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ദേവകൾക്ക് ഹവിസ് എത്തിക്കുന്നവനുമായ അഗ്നിക്ക് ആഹൂതി അർപ്പിക്കുന്നു. ഞങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിച്ച് പാവങ്ങൾ നശിപ്പിച്ച് കളയണേ. ഭൂമിയിൽ വസിച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ ആര്? അഗ്നിനെ പറ്റിയാണ് പറയുന്നത്. ശത്രുക്കളെ നശിപ്പിക്കാനും, നമ്മളെ ശത്രു എന്ന് പറയുന്നത് നമുക്ക് ദോഷമായി തീരുന്ന എല്ലാം ശത്രുവാണ്. അല്ലാതെ മനുഷ്യരൂപത്തിലൊന്നും വരിയൊന്നും വേണ്ട. ബാക്ടീരിയയും ശത്രുവാണ്. ഭക്ഷണം വിഷമാകുകയാണെങ്കിൽ അത് ശത്രുവാണ്. അതിനെല്ലാം നശിപ്പിക്കുന്നവരും. അപ്പം നമ്മളൊരു ശത്രു ഉണ്ടെങ്കിൽ രാജ്യം, മറ്റുള്ള ശത്രു രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ പോകുമ്പോഴുന്നത് അത് അഗ്നി തന്നെയാണല്ലോ. അല്ല ബാക്ടീരിയ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അഗ്നിയാണ്. ദേവകൾക്ക് ഹവിസ് എത്തിക്കുന്നവനുമായ, ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അവയ്ക്കാണ് ഹവിസ് എത്തിക്കുന്നത്. ഉദാഹരണമായിട്ട് ചോറ് ഉണ്ടാക്കുമ്പോൾ അരിക്ക് വെള്ളത്തേക്ക് വെള്ളം, വായു ഇതെല്ലാം കൂടി ചേർന്നിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് എല്ലാ ദേവതകൾ, അരി, വെള്ളം, വായു ഇതെല്ലാം
യോജിപ്പിക്കാൻ സഹായിക്കുന്ന, അത് ആ ദേവതകളൊക്കെ അഭിസത്തിക്കുന്ന വനുമായ അഗ്നിക്ക് ആഹൂതി അർപ്പിക്കുന്നു. ഞങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിച്ച് പാപങ്ങൾ നശിപ്പിച്ച് കളയണേ. ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ശത്രുക്കളുടെ ആകാം. ശത്രുക്കൾ വരികയാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്താണെങ്കിൽ വെടിവെക്കുക, അതിലെല്ലാം അഗ്നി തന്നെയാണുള്ളത്. പാപങ്ങൾ നശിപ്പിക്കുക. പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടാണ് പാപം. വിശപ്പ് പാപമാണ്. വിശപ്പ് എന്ന് പറയുന്നത് ഈ പാപിയാണെന്ന് പറയും. വിശപ്പ് മാറുമ്പോൾ പാപം എന്ത് ചെയ്യും? വിശപ്പ് മാറാൻ അഗ്നി വിചാരിച്ചാൽ എന്ത് ചെയ്യും? ചോറുണ്ടാക്കി തരും. ഇപ്പോൾ പാപങ്ങൾ നശിപ്പിക്കണമെന്ന് അഗ്നിയോട് പറയണം. അപ്പോൾ അത് അഗ്നിയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുകയാണ്. ഇനി ഇവിടെ രണ്ടാമത്തേല് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ശത്രുക്കൾ ബാക്ടീരിയ പോലെയുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് അത് സൂക്തം 64 എന്താ പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 64. ഋഷി യമൻ, ദേവത അപ്പ്, അഗ്നി, ഛന്ദസ്, അനുഷ്ടുപ്പ്, ബൃഹതി. ഇത് കൃഷ്ണ ശകുനിരഭിനിഷ്പതന്നപീപതത് ആപോ മാ തസ്മാത് സർവസ്മാത് ദുരിതാത് പാന്ത്വം ഹസ. ഇത് യത് കൃഷ്ണ ശകുനിരിവാമൃക്ഷം നിർദേ തേ മുഖേന അഗ്നിർമാ തസ്മാദേന സോ ഗാർഹ്യപത്യ പ്രമുഞ്ചതു. ഭാവാർത്ഥം: ആകാശത്തിലൂടെ വരുന്ന കറുത്ത പക്ഷികൾ എൻ്റെ അംഗങ്ങളിൽ ആഘാതമേൽപ്പിച്ചു. അതിൽ നിന്നും ഉളവാകുന്ന പാപത്തിൽ നിന്ന് ഈ മന്ത്രജലം എന്നെ രക്ഷിക്കണേ. അല്ലയോ മൃത്യു, ഈ കറുത്ത പക്ഷി എൻ്റെ മുഖത്തുകൂടി എൻ്റെ ശരീരത്തെ സ്പർശിച്ചു. അതിൽ നിന്നുള്ള പാപത്തിൽ നിന്നും അഗ്നിദേവൻ എന്നെ രക്ഷിക്കണേ. ആകാശത്തിലൂടെ വരുന്ന കറുത്ത പക്ഷി എൻ്റെ അംഗങ്ങളിൽ, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ആഘാതമേൽപ്പിച്ചു. നമുക്ക് ഈ കറുത്ത പക്ഷി എന്നെല്ലാം വിവർത്തനം ചെയ്യുമ്പോഴുള്ള ഒരു വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. യഥാർത്ഥത്തില് ആകാശത്തിലൂടെ വരുന്ന കറുത്ത പക്ഷി നമ്മുടെ ശരീരത്തിന് ആഘാതം, അംഗങ്ങളിൽ, നമ്മളെ ശരീരത്തിൻ്റെ അംഗങ്ങളിൽ, ഭാഗങ്ങളിൽ, ഭാഗത്തുള്ള കിഡ്നിയിൽ എല്ലാം രോഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആഘാതമേൽപ്പിക്കുന്ന പക്ഷി എന്ന് പറയുന്നത് ഇവിടെ എന്താ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്? അത് ബാക്ടീരിയ, വൈറസ് മുതലായ ജീവികളായിട്ട് എടുക്കണം. കറുത്ത പക്ഷീനെ പറഞ്ഞുള്ളൂ. പക്ഷീൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ് വൈറസ്. അല്ലാതെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ബാക്ടീരിയ, വൈറസ്, മറ്റേ എന്തെല്ലാം ഉണ്ടല്ലോ, കൊറോണ വൈറസിൻ്റെ D122 എന്നെല്ലാം പറഞ്ഞ ഓരോ നമ്പർ വെച്ച് അടിക്കുമല്ലോ. അതുമാതിരി ഒന്ന് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെങ്ങനെ മനസ്സിലാകും? അതുകൊണ്ട് കറുത്ത പക്ഷി നമുക്ക് പറയുന്ന മാതിരി ഒരു ഭാഷ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പം കറുത്ത പക്ഷി എന്നെല്ലാം പറയുമ്പോൾ ആകാശത്തിലൂടെ വരുന്ന ചെറിയ സൂക്ഷ്മജീവികൾ എന്ന് മനസ്സിലാക്കണം. അതെന്ത് ചെയ്യാണ്? നമ്മുടെ അംഗങ്ങളിൽ ആഘാതം, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ആഘാതമേൽപ്പിച്ചു. അപ്പം ആകാശത്തിലൂടെ പറന്നു വരുന്ന ബാക്ടീരിയ, വൈറസ് പോലെയുള്ള അണുക്കൾ, കൊറോണയെല്ലാം അതിൽ പെടുന്നതല്ല, എന്ത് ചെയ്തു? അതെൻ്റെ ശരീരത്തിൽ ആഘാതമേൽപ്പിച്ചു. അതിൽ നിന്നും ഉളവാകുന്ന പാപത്തിൽ നിന്നും ഈ മാന്ത്രിക ജലം എന്നെ രക്ഷിക്കണം. അതിൽ നിന്നും വരുന്ന അതിൽ നിന്നും ഉണ്ടാകുന്ന പാപം. അപ്പം രോഗം നമ്മുടെ ശരീരത്തിന് പിടിച്ചാൽ നമ്മൾ പാപിയായി. രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ പാപിയായി. അതിൽ നിന്നും ഈ മാന്ത്രിക ജലം എന്നെ രക്ഷിക്കണേ. മന്ത്രത്താലുള്ള ജലം. ജലം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഖര, ദ്രവ, ഭൂമി, ജലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജലം എന്ന് പറയുന്നത് ദ്രവമാണ്. സയൻസ് പഠിക്കുമ്പോൾ ഖര, ദ്രവ. വേദത്തെ പറയുമ്പം മനസ്സിലാകാൻ വേണ്ടി ഭൂമി പോലെയുള്ളത്, ജലം പോലെയുള്ളത് എന്നാണ്. അപ്പം ജലം എന്ന് പറയും മാന്ത്രിക ജലം എന്ന് പറഞ്ഞാൽ
മന്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ. ജലം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ, മരുന്ന്. അപ്പം സയൻസിലൂടെ മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അർത്ഥത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇതെല്ലാം വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. മന്ത്രജലം എന്ന് പറഞ്ഞാൽ ഒരു ജലം എടുത്തിട്ട് ഞാൻ മന്ത്രിച്ച് തരാം. ഈ മന്ത്രവും ചൊല്ലിയിട്ട് കാണ്ഡം 7 അനുവാദം 6 സൂക്തം 64 മന്ത്രവും ചൊല്ലിയിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പറയും കറുത്ത പക്ഷി നിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് വായിലൂട്ട, അത് കുഴപ്പം ചെയ്യാണ്, അത് ഞാൻ മന്ത്രിച്ച് തരാമെന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ അതിൻ്റെ പിന്നാലെ പോകും. വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല, പൈസയും പോകും. അപ്പം മന്ത്രം അടങ്ങിയിരിക്കുന്ന ജലം, ജലം എന്ന് പറയുമ്പോൾ വേദത്തിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. അത് ദ്രവമാണ്, ദ്രവരൂപത്തിലുള്ള കര, ദ്രവ, വാതക, ഊർജ, ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുകൊണ്ടാണ് പ്രപഞ്ചം നിർണയിച്ചിരിക്കുന്നത്. അപ്പം മന്ത്രമടങ്ങിയ ജലം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ വേദമന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളിൽ സയൻസാണുള്ളത്. എങ്ങനെയെല്ലാം ഓരോ മരുന്നുകൾ ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? ചവനപ്രാശം ഉണ്ടാക്കുന്ന മന്ത്രം, അഭയാരിഷ്ടമുണ്ടാക്കുന്ന മന്ത്രം, ഇങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട്. അതിൽ മന്ത്രങ്ങളാണ്. ആദ്രവം, ആദ്രവം എന്ന് പറഞ്ഞാൽ ആ ജലം എന്ന് പറഞ്ഞാൽ അത്തരം മരുന്നുകൾ എന്ന അർത്ഥത്തിൽ എടുക്കണം. എന്നെ രക്ഷിക്കണേ. അപ്പം മന്ത്രങ്ങൾ, അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ദ്രവരൂപത്തിലുള്ള മരുന്നുകളിലൂടെ നമ്മുടെ ഇത്തരം രോഗങ്ങളെ ഇല്ലാതാക്കണം. അത്രയും അതിൻ്റെ അർത്ഥമുള്ളൂ. അത്രയും അർത്ഥം എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന അർത്ഥമാണ്. ശരിക്കും നോക്കിയാൽ ഈ അർത്ഥമെല്ലാം എന്താണ് ജലം, എന്താണ് മന്ത്രം എന്ന് മനസ്സിലാക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കിയാലേ ഈ അർത്ഥം പിടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു കറുത്ത പക്ഷി വന്നിട്ടുണ്ട്, നമ്മൾ അംഗങ്ങളിലെല്ലാം എന്തെല്ലാം കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്, അത് ഭൂതമാണ്. കറുത്ത പക്ഷിയാകുമ്പോൾ ഭൂതം, ഏതോ ഒരു പിശാച് നിങ്ങളുടെ കറുത്ത ഒരു പക്ഷി രൂപത്തിൽ നമ്മളെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, ഞാൻ മന്ത്രം ജപിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കും. എന്നിട്ട് ഈ കാണ്ഡം 7 അനുവാദം 6 സൂക്തം 64 മന്ത്രം ശൂശുന്ന് പറഞ്ഞതിനകത്ത് ഉപയോഗിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് കുടിച്ചാൽ മതി, ശരീരത്തിലുള്ള പിശാച്, ആ കറുത്ത പിശാച് പോയിക്കോളും പറഞ്ഞ് കൊടുക്കും. ഭക്തിയോടുകൂടി ആൾക്കാർ വാങ്ങി കഴിക്കുകയും ചെയ്യും, അദ്ദേഹത്തിന് വേണ്ട പൈസയും കൊടുക്കും. രോഗം മാറുമെന്ന് ചോദിച്ചാൽ പക്ഷി അവിടെ കിടക്കും, അവയവങ്ങളിൽ തന്നെ. ഈ കൊടുക്കുന്ന വെള്ളവും അത് കുടിക്കുകയും ചെയ്യും. എന്നെ രക്ഷിക്കണേ. അല്ലയോ മൃത്യു, മൃത്യു എന്ന് പറയുമ്പോൾ നമ്മളെന്താ കാണുക? ഒരു മൃത്യുദേവൻ ഇങ്ങനെ ഇതിൻ്റെ വില വന്നിട്ടാണ് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്. ഈ രോഗം പിടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. ഇത്തരം രോഗങ്ങൾ മരണത്തിലേക്ക് നയിക്കും എന്ന അർത്ഥമേ ഉള്ളൂ. ഈ കറുത്ത പക്ഷി എൻ്റെ മുഖത്തുകൂടി എൻ്റെ ശരീരത്തെ സ്പർശിച്ചു. എൻ്റെ മുഖത്തുകൂടി എന്ന് പറഞ്ഞാൽ എൻ്റെ വായിലൂടെ, മൂക്കിലൂട്ടിയും വേണ്ടിക്കാവാം ആണ് എന്നെ സ്പർശിച്ചത്. ഈ കറുത്ത പക്ഷി എൻ്റെ വായിലൂടെ മുഖത്തുകൂടി എൻ്റെ ശരീരത്തെ സ്പർശിക്കുന്നു. വായിൽ കൂടിയാണ് ഈ കറുത്ത പക്ഷി കയറിക്കുന്നത്. കാക്കയാണ്, കാക്ക പോലെയുള്ള പക്ഷിയാണ്. അപ്പം അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കണം. വേദമന്ത്രങ്ങളുടെ അർത്ഥം സയൻസിലൂടെ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പം ഈ ജീവി, അതായത് ഈ വൈറസുകൾ, ഈ ബാക്ടീരിയകളുടെ എൻ്റെ വായിലൂടെ, മുഖം എന്ന് പറയുമ്പോൾ വായയാണെങ്കിലും മൂക്കിലൂട്ടിയും വേണമെങ്കിൽ ശ്വസിക്കുന്നതിലൂടെ പകരുന്നത്, വായയിലൂടെ കടക്കുന്നത്, എൻ്റെ ശരീരത്തെ സ്പർശിച്ചു. അതിൽ നിന്നുള്ള പാപത്തിൽ നിന്നും അഗ്നിദേവൻ എന്നെ മുക്തമാക്കട്ടെ. അതിൽ നിന്നുള്ള പാപം, അതായത് എനിക്ക് രോഗം പിടിക്കുന്നു, കഷ്ടപ്പെടുന്നു, അതാണ് പാപം. അതിൽ നിന്ന് അഗ്നിദേവൻ എന്നെ മുക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ വേദമന്ത്രങ്ങളിലെ ആയുർവേദ തത്വങ്ങളിലെ അലോപ്പതി തത്വങ്ങൾ, അതിൽ കൂടി ഉണ്ടാക്കുന്ന മരുന്ന്, ജലം, ദ്രവരൂപത്തിലുള്ള ജലരൂപത്തിലുള്ള ആ മരുന്ന്, അതിലുള്ള അഗ്നിയാണ് നമ്മെ രക്ഷിക്കുന്നത്. അപ്പം ആ മരുന്ന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മുടെ ശരീരത്തിൽ കടന്ന ഈ കറുത്ത പക്ഷി, അതായത് ബാക്ടീരിയ, വൈറസ് പോലെയുള്ള വസ്തുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ. ആ മരുന്നിൻ്റെ പ്രത്യേകത അതാണ്. അത് ഇതുമായിട്ട്
ആ ഏത് ശരീരത്തിൽ ഏത് ടെമ്പറേച്ചറിലാണോ വർക്ക് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിൽ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. എന്നിട്ട് അതിനെ നശിപ്പിക്കും. ഇതാണ് മരുന്ന് ആക്ട് ചെയ്യുന്നത്. വൈറസുകളെ ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മരുന്നുകൾ ആ വൈറസ് ആക്ട് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന വസ്തുക്കൾ ആ ശരീര ടെമ്പറേച്ചർ അപ്പോഴുള്ള ടെമ്പറേച്ചറിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. എല്ലാ രാസപ്രവർത്തനത്തിനും ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ആ ടെമ്പറേച്ചറിൽ അപ്പോൾ ഏതാണ് അവിടെ പങ്കെടുക്കുന്നത്? ആ പ്രത്യേക ടെമ്പറേച്ചറാണ്. അതുകൊണ്ടാണ് അഗ്നിദേവൻ എന്നെ രോഗമുക്തനാകട്ടെ. അപ്പോൾ എന്തെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് അടക്കം കെമിസ്ട്രിയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും മരുന്നിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്ന തത്വം എന്താണ്? അതിൽ അഗ്നിയാണ് പങ്കെടുക്കുന്നത്. അതൊന്നും ഒരു കെമിസ്ട്രി പഠിച്ചാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും നമ്മളെ ചിന്ത പോകില്ല. മരുന്ന് എങ്ങനെയാണ് നമ്മളെ രോഗാണുക്കളമായി നശിപ്പിക്കുന്നത്? മരുന്ന് പോയിട്ട് അവിടെ പോയി ഗുസ്തി പിടിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഒരു രാസപ്രവർത്തനം. ആ രാസപ്രവർത്തനം എങ്ങനെയാണ്? ഓരോ രാസപ്രവർത്തനത്തിനും എന്തുണ്ട്? അത് തന്നെ തിരിച്ചിട്ടുണ്ട്. എക്സോതെർമിക്, എൻഡോതെർമിക്. ടെമ്പറേച്ചർ എടുക്കുന്ന രാസപ്രവർത്തനം, വിടുന്ന രാസപ്രവർത്തനം. ഓരോ രാസപ്രവർത്തനവും ഒരു പ്രത്യേക ഊഷ്മാവിലാണ് സംഭവിക്കുക. അതിന് ചിലപ്പോൾ ചില കാറ്റലിസ്റ്റുകൾ ആവശ്യമായി വരും. ഇങ്ങനെയെല്ലാം കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഒത്തുചേരുന്ന ഒരു മരുന്നാണ് പ്രയോഗിക്കുന്നത്. അപ്പം ആ മരുന്നിൻ്റെ പിന്നിലുള്ള ശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. കുറച്ച് കടന്ന വിഷയമാണ്. അതുകൊണ്ട് അത്ര ഗാഢമായിട്ടൊന്നും നമ്മളെ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റില്ല. കെമിസ്ട്രി പഠിച്ചവനാണെങ്കിലും അല്ല, മരുന്ന് നിർമ്മിക്കുന്നവർ ഇത്തരം കുറച്ച് ഡീറ്റെയിലായിട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെയാണ് അവർ മരുന്നുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ പറയുന്നത്. അടുത്തത് അടുത്തേക്ക്